അസ്സി എന്നുള്ള ഈ സിനിമയിൽ തപ്സി പന്നു പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ സിനിമ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്തൊരു റേപ്പ് നടക്കുന്നു. അപ്പോൾ അതിനകത്തൊരു നായകനുണ്ടാകും. ഈ നായകൻ പ്രതികാരം ചെയ്യുന്നു. എല്ലാവരും കൈയടിക്കുന്നു. ആ ഒരു കാര്യം അവിടെ തീരുന്നു. ഈ റേപ്പ് ചെയ്യപ്പെട്ട വിക്ടിം, ആ വിക്ടിമിൻ്റെ ട്രോമ അതിനെ പ്രോപ്പറായിട്ട് അഡ്രസ്സ് ചെയ്യുന്നില്ല. പിറ്റേ ദിവസം വീണ്ടും ഇതുപോലുള്ള റേപ്പുകൾ നടക്കുകയാണ്. ഇതിങ്ങനെ അൺലിമിറ്റഡ് ആയിട്ട് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിനൊന്നും ഒരു സിനിമയും അഡ്രസ്സ് ചെയ്യുന്നില്ല. റേപ്പിനുള്ള പ്രതികാരമായി കൊലപാതകം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നാളെ വേറെ ഏതെങ്കിലും കേസിനുള്ള പ്രതികാരമായി റേപ്പും മാറും. തുടങ്ങിയ ഹാർഡ് ഹിറ്റിംഗ് ആയിട്ടുള്ള വളരെ ശക്തമായിട്ടുള്ള കുറേ കാര്യങ്ങളുള്ള സിനിമയാണ് അസ്സി. ഈ സിനിമ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഓരോ 20 മിനിറ്റ് കഴിയുമ്പോഴും ഈ സ്ക്രീൻ റെഡ് കളറാവും. അപ്പോൾ എഴുതി കാണിക്കും ഈ 20 മിനിറ്റിൽ ഒരു റേപ്പ് കേസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്ന്. ഈ സിനിമയുടെ പേര് അസ്സി എന്നാണല്ലോ, 80. ഒരു ദിവസം റിപ്പോർട്ട് ചെയ്യുന്ന റേപ്പ് കേസിൻ്റെ എണ്ണം 80 ഇത് റിപ്പോർട്ട് ചെയ്യുന്നത് മാത്രമാണ്. റിപ്പോർട്ട് ചെയ്യാത്തത് വേറെ ഉണ്ടാവും. അപ്പോൾ ഓരോ 20 മിനിറ്റ് ഈ സിനിമയിൽ കഴിയുമ്പോഴും ഈ റെഡ് സ്ക്രീൻ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോണ്ടല്ലോ, അത് വളരെയധികം നമുക്ക് അസ്വസ്ഥത ഉണ്ടാകുന്നുണ്ട്. പിന്നെ വളരെ പവർഫുള്ളായിട്ടുള്ള ഹാർഡ് ഹിറ്റിംഗ് ആയിട്ടുള്ള ഡയലോഗ്സും അത് പ്രോപ്പറായിട്ട് നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന അഭിനേതാക്കളുമുള്ള സിനിമയാണ് അസ്സി. നമുക്ക് ഒരു പരിധി കഴിയുമ്പോൾ ഇതൊരു സിനിമയായിട്ട് ഫീൽ ചെയ്യില്ല, ഒരു റിയാലിറ്റി കാണുന്ന ഫീലാണ് അസ്സി നൽകുന്നത്. ഈ സിനിമയുടെ മെയിൻ പോസിറ്റീവ് എന്ന് പറയുന്നത് ഇതിൻ്റെ ക്യാരക്ടേഴ്സാണ്. ആ ക്യാരക്ടേഴ്സ് നൽകിയിരിക്കുന്ന ഡയലോഗ്സുമാണ്. ഇതിനകത്തൊരു റേപ്പ് സീക്വൻസ് വരുന്നുണ്ട്. ഈ റേപ്പ് എന്ന് പറയുന്ന വളരെ ക്രൂവലായിട്ടുള്ള ഒരു സംഗതി കുറച്ചധികം സീക്വൻസിലായിട്ട് ഇത് കാണിക്കുന്നുണ്ട്. എക്സ്പ്ലിസിറ്റ് ആയിട്ടല്ല കാണിക്കുന്നതെന്നുണ്ടെങ്കിലും റേപ്പ് ചെയ്യപ്പെടുന്ന രീതിയിൽ ആ പെണ്ണ് അനുഭവിക്കുന്ന ട്രോമ അത് നമ്മൾ സിനിമ കാണുന്ന പ്രേക്ഷകർക്ക് നല്ല രീതിയിൽ പവർഫുള്ളായിട്ട് എഫക്റ്റീവായിട്ട് കിട്ടണമെന്നുള്ള രീതിയിലുള്ള കുറേ സീക്വൻസുകളാണ് കാണിച്ചിരിക്കുന്നത്. പിന്നെ ഇതിനകത്തൊരു ഭർത്താവ് കഥാപാത്രമുണ്ട്. ഭാര്യയ്ക്ക് ഇങ്ങനെ ഒരു കാര്യം സംഭവിച്ചു, അപ്പോൾ തന്നെ ഉടനെ ഹീറോയിസം ആ കാര്യങ്ങളൊന്നുമല്ല. ആ സമയത്ത് ഭാര്യയ്ക്ക് എന്താണോ വേണ്ടത് അവളുടെ കൂടെ കെയർ ചെയ്ത് നിൽക്കുക. അവർക്കൊരു കുട്ടിയുണ്ട്, ആ കുട്ടിയുടെ കൂടെ നിൽക്കുക. അങ്ങനെ വളരെ ലവബിളായിട്ടുള്ള ഒരു ഭർത്താവിനെ നമുക്ക് കാണാം. ഈ റേപ്പ് വിക്ടിമിന് സപ്പോർട്ടായിട്ട് നിൽക്കുന്ന ഒരു വക്കീൽ ക്യാരക്ടറുണ്ട്, അതാണ് തപ്സി അവതരിപ്പിച്ചിരിക്കുന്നത്. പിന്നെ കുമുദ് മിശ്ര ഉണ്ട്. കുമുദ് മിശ്രനെ പെട്ടെന്ന് കണ്ടപ്പോൾ പുള്ളിക്കാരൻ വളരെ ചെറുപ്പമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. പക്ഷേ ഈ ക്യാരക്ടറിൻ്റെ ഉള്ളിൽ ഈ സിസ്റ്റം തന്നെ ശരിയല്ല എന്ന് വിശ്വസിക്കുന്ന ഒരു ക്യാരക്ടറാണ്. പുള്ളിക്ക് പുള്ളിയുടേതായിട്ടുള്ള കുറേ കോൺഫ്ലിക്റ്റ് ഉണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് പുള്ളി പിന്നീട് പ്രവർത്തിക്കുന്നത്. അപ്പം അങ്ങനെയുള്ളൊരു ക്യാരക്ടറാണ് കുമുദ് മിശ്രയുടേത്. പിന്നെ ചെയ്യുന്നത് തെറ്റാണ് എന്ന് അറിഞ്ഞിട്ടും നമ്മളുടെ ഈ ഇന്ത്യയിൽ കാശ് കൊണ്ട് അല്ലെങ്കിൽ അധികാരം കൊണ്ട് ഇതെല്ലാം ശരിയാക്കാമെന്ന് വിശ്വസിക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. വീട്ടിൽ തന്നെയുള്ള തൻ്റെ മകൻ അല്ലെങ്കിൽ തൻ്റെ ബ്രദർ ഈ തെറ്റ് ചെയ്തു എന്ന് അറിഞ്ഞിട്ടും അത് സ്ത്രീകളടക്കമുള്ള കുറച്ച് ആളുകളുണ്ട്. അവരൊക്കെ ഓക്കെ അവനങ്ങനെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചിന്തിക്കാം. അതായത് മൊറാലിറ്റി എന്നുള്ളത് ഇവർക്കൊക്കെ വെവ്വേറെ രീതിയിലാണ് വരുന്നത്. അങ്ങനെയുള്ള കുറേ ക്യാരക്ടേഴ്സ് എല്ലാ ക്യാരക്ടേഴ്സിനെയും ഈ സിനിമയിൽ കാണിക്കുന്നുണ്ട്. ഇതിലെ പെർഫോമൻസ് ആണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഗംഭീര പെർഫോമൻസ് ആയിരുന്നു. തപ്സി പന്നു ഈ രാജ്യത്ത് സ്ത്രീകൾ നേരിടുന്ന ഈ പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെ വളരെ ശക്തമായ രീതിയിൽ അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. ആ വക്കീൽ ആ ഒരു ക്യാരക്ടർ ചില സമയത്തുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഒരു സിമ്പിൾ ക്വസ്റ്റൻ ആയിരിക്കും. ആ സിമ്പിൾ ക്വസ്റ്റൻ നമ്മൾ ഒരുപാട് തോട്ട് പ്രൊവോക്കിംഗ് ആണ്, നമ്മൾ ഒരുപാട് ചിന്തിപ്പിക്കും. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ റേപ്പിന് ഉള്ള പ്രതികാരമായിട്ട് ഒരാൾ മർഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നാളെ വേറെ ഏതെങ്കിലും കേസിന് അതിനുള്ള പ്രതികാരമായിട്ട് നാളെ റേപ്പും മാറാം. അപ്പോൾ ആ രീതിയിൽ നമുക്ക് ചിന്തിക്കേണ്ടതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ ക്യാരക്ടറിലൂടെ പറയുന്നുണ്ട്. ആൻഡ് തപ്സി ആസ് യൂഷ്വൽ അടിപൊളിയായിട്ട് തന്നെ ഈ റോൾ ചെയ്തിട്ടുണ്ട്. പിന്നെ കനി കുസൃതിയാണ് ഈ സിനിമയിൽ ആ വിക്ടിം ക്യാരക്ടറിനെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഒരു ആ ലേഡി കടന്നു പോകുന്ന മാനസികമായിട്ടുള്ള ഒരുപാട് ആ ഒരു തലങ്ങളുണ്ടല്ലോ, ആ ഒരു ട്രോമ അത് ഇപ്പോൾ അവർ വിചാരണ ചെയ്യുന്ന സമയത്ത് പോലീസുകാർ ഒരു പകുതി ബോധം ഉണ്ടാവുള്ളൂ. ആ സമയത്താണെങ്കിൽ പോലീസുകാർ ക്വസ്റ്റ്യൻ ചെയ്യുന്ന രീതി, പിന്നീട് കോർട്ടിലാണെങ്കിൽ പോലും അത് വീണ്ടും വീണ്ടും പറയേണ്ടത്, ഇവർക്ക് ചിലപ്പോൾ ഈ ആ ഒരു മാനസികാവസ്ഥയിൽ ആരാണ് റേപ്പ് ചെയ്തതെന്നൊന്ന് തിരിച്ചറിയാൻ പറ്റില്ല. അങ്ങനെയൊക്കെയുള്ള ഒരു വളരെ വളരെ ഡാർക്കായിട്ടുള്ള വളരെ ഡിസ്റ്റർബിങ് ആയിട്ടുള്ള ഈ മൊമെൻ്റൊക്കെ സ്ക്രീനിൽ പവർഫുള്ളായിട്ട് പെർഫോം ചെയ്യുക എന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല. ആൻഡ് കനി കുസൃതി ഷി നെയിൽഡ് ഇറ്റ്. ഗംഭീര പെർഫോമൻസ് ആയിരുന്നു. ഇനിയുള്ളത് രേവതിയാണ്. ഇപ്പോൾ രേവതി ഒരു ജഡ്ജ് കഥാപാത്രമാണ്. അപ്പോൾ ഈ ജഡ്ജ് എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു തെളിവ്, കോടതിയിൽ വരുന്ന തെളിവ് അതിനനുസരിച്ചിട്ട് മാത്രമേ ഈ ജഡ്ജ് കഥാപാത്രത്തിന് പ്രതികരിക്കാൻ പറ്റുള്ളൂ. ഇതിൻ്റെ ഫസ്റ്റ് ഹാഫിൽ മുഴുവൻ ആ ഒരു ആ എവിഡൻസ് എങ്ങനെയാണോ അപ്പോൾ അതിൻ്റെ രീതിയിൽ മാത്രമുള്ള ആ ഒരു ആർഗ്യുമെൻറ്റ് കാര്യങ്ങളെല്ലാം വളരെ റിയലിസ്റ്റിക് ആയിട്ടാണ് രേവതി ഈ ജഡ്ജിൻ്റെ ക്യാരക്ടർ പെർഫോം ചെയ്തിരിക്കുന്നത്. പിന്നെയുള്ളത് കുമുദ് മിശ്രയാണ്. കുമുദ് മിശ്ര ഫസ്റ്റ് ഹാഫിലൊക്കെ പുള്ളിയുടെ കൺവിൻസിങ് ആയിട്ടുള്ള പെർഫോമൻസും കാര്യങ്ങളും, പുള്ളി പെർഫോമൻസിൽ സൂപ്പർബ് തന്നെയാണ്, ഒരു കുറവും പറയാനില്ല. പക്ഷേ ആ ക്യാരക്ടർ ഡയമെൻഷനൊക്കെ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ വളരെ കൊമേഴ്ഷ്യലൈസ് ആയി പോകുന്നുണ്ട്. അത് ഞാൻ സിനിമയുടെ നെഗറ്റീവ്സിൻ്റെ കാര്യത്തിൻ്റെ കൂട്ടത്തിൽ പറയാം. പിന്നെയുള്ളത് മനോജ് പഹ്വയാണ്. ഇപ്പോൾ അനുഭവ് സിൻഹയുടെ പടത്തിലൊക്കെ പുള്ളി സ്ഥിരമായിട്ട് ഉണ്ടാവാറുണ്ട്. പുള്ളിയുടെ മകൻ തെറ്റ് ചെയ്തെന്ന് അറിഞ്ഞിട്ട് പോലും ഇവർ തമ്മിലൊരു ചോല ഭട്ടൂര് അങ്ങനെ എന്തോ കഴിക്കുന്ന ഒരു സീക്വൻസ് ഉണ്ട്. അപ്പോൾ ആ സമയത്ത് ഈ മനുഷ്യൻ, അതായത്
മനുഷ്യനല്ല, ആണുങ്ങളുടെ ആവശ്യം ഈ ഭക്ഷണമായിട്ട് പുള്ളി കമ്പയർ ചെയ്ത് പറയുന്ന ഒരു സീക്വൻസ് ഉണ്ട്. അത് കേൾക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടല്ലോ, ആ ക്യാരക്ടേഴ്സിനോടും അവരുടെ ചിന്താഗതിയോടൊക്കെ ഉള്ളത്. പക്ഷേ ഇങ്ങനെയുള്ള ആളുകളൊക്കെ ഉണ്ടെന്ന് വളരെ റോ ആയിട്ട് കാണിക്കുന്നുണ്ട് മനോജ് ബാഫുയുടെ ആ ക്യാരക്ടറിലൂടെ. അതെല്ലാം വളരെ പവർഫുള്ളായിട്ട് തന്നെ പുള്ളി അഭിനയിച്ചും വെച്ചിട്ടുണ്ട്. അതാണ് പ്രശ്നം. കാരണം പുള്ളിനെ നമ്മളെപ്പോഴും ഭയങ്കര ലവബിൾ ക്യാരക്ടേഴ്സിൽ കാണുമ്പോൾ ഇത് ഒരു അറപ്പ് തോന്നുന്ന ഒരു ക്യാരക്ടറായിട്ട് അത് ക്ലൈമാക്സ് വരെ അങ്ങനെയാണ്. അപ്പോൾ അതൊക്കെ ഒരു ആക്ടറിൻ്റെ ടാലൻ്റാണ്. ഇതൊക്കെ ഗംഭീരമായിട്ട് സ്ക്രീനിൽ എത്തിക്കുക എന്ന് പറയുന്നത്. മുഹമ്മദ് ഷീഷാൻ അയ്യൂബാണ് ഈ ഭർത്താവിൻ്റെ ക്യാരക്ടർ ചെയ്തിരിക്കുന്നത്. നമ്മൾ രാഞ്ജന സിനിമയിലൊക്കെ കണ്ടു കാണും. പുള്ളിയുടെ കിഡിലൻ പെർഫോമൻസ് ആയിരുന്നു. പുള്ളിക്കാരൻ ഹോസ്പിറ്റലിൽ അല്ലെങ്കിൽ കോടതിയിൽ ഈ കുട്ടിയെയും കൊണ്ടാണ് വരുന്നത്. അപ്പോൾ ഈ കുട്ടി, നിങ്ങൾ എന്തിനാണ് കോടതിയിൽ ഈ കുട്ടീനെയും കൊണ്ട് വരുന്നത്? ഇതൊക്കെ ഒരു മെറ്റഫോറായിട്ട് കാണാം. കാരണം ചിൽഡ്രൻസ് ആർ നോട്ട് ചിൽഡ്രൻസ് എനിമോർ എന്ന് പറയുന്നത് അത് പിന്നീട് ഒരു സ്കൂൾ സീക്വൻസിൽ വരുന്നുണ്ട്. അപ്പോൾ പ്രിൻസിപ്പൽ ക്യാരക്ടർ പറയുന്ന ഒരു കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ഭയങ്കരമായിട്ട് നമ്മളെ ഒരേ സമയം ഡിസ്റ്റർബ് ചെയ്യുന്ന കുറേ സീക്വൻസും കുറേ കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് വരുന്നത്. അതായത് ഒരു സമൂഹത്തിൽ ഒരു പെൺകുട്ടി റേപ്പ് ചെയ്യപ്പെട്ടു. അത് അവളുടെ മിസ്റ്റേക്ക് കൊണ്ടല്ല. റേപ്പ് എന്ന് പറയുന്ന സംഗതി അത് സ്ത്രീകളോട് പുരുഷന്മാർ ചെയ്യുന്നതാണ്. പക്ഷേ സമൂഹം അപ്പോഴും ഈ സ്ത്രീയാണ് പ്രശ്നക്കാരിയായിട്ട് കാണുന്നത്. പിന്നീട് ഈ റേപ്പിന് ശേഷം ഈ പെണ്ണ് സൊസൈറ്റിയിൽ നേരിടേണ്ടി വരുന്ന കുറേ അവഗണനകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു ജോലി ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ റേപ്പ് ചെയ്യപ്പെട്ടതിന് ശേഷം പിന്നീട് അവിടെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഈ സിനിമ പ്രോപ്പറായിട്ട് അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. റേപ്പ് വിക്ടിംസ്, ട്രോമ, പിന്നെ കറപ്ഷൻ, ഇതുപോലുള്ള വളരെ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ് സ്ക്രീനിൽ കാണുന്നത്. ഇതെല്ലാം പക്ക റിയലിസ്റ്റിക് ആയിട്ട് തന്നെയാണ് ഇതിൻ്റെ ഫസ്റ്റ് ഹാഫിലെല്ലാം കാണിച്ചിരിക്കുന്നത്. പക്ഷേ സെക്കൻഡ് ഹാഫൊക്കെ ആകുമ്പോഴേക്കും സിനിമ ഒരു സിനിമാറ്റിക് ആ ഒരു ടേണിലേക്ക് മാറുന്നുണ്ട്. ഈ സിനിമയുടെ നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയൊരു കാര്യമാണ്. കാരണം സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ പിന്നീട് ഒരു വിജിലാൻ്റെ ക്യാരക്ടർ വരുന്നുണ്ട്. അപ്പോൾ വിജിലാൻ്റെ ക്യാരക്ടർ പുള്ളിക്കാരൻ വളരെ ഈസി ആയിട്ടാണ് ഈ മർഡേഴ്സും കാര്യങ്ങളൊക്കെ നടത്തുന്നത്. അപ്പോൾ ഒരു ചത്തരി മാൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ ഒരു കാര്യം, അതുമാത്രമല്ല പിന്നീട് ഇങ്ങോട്ടേക്ക് ഈ കേസ് എന്ന് പറയുന്നത്, അതായത് ഈ റേപ്പിൻ്റെ ഈ കേസ് എന്ന് പറയുന്നത് ഒരിക്കലും ഈ വിക്ടിം വിജയിക്കാൻ ചാൻസ് ഇല്ലാത്ത, അതായത് ഒരു സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസും കാര്യങ്ങളെല്ലാം ഇവർക്കെതിരാണ്. അപ്പം അങ്ങനെയുള്ളൊരു കേസ് ഡൊമസ്റ്റിക് റേപ്പിൻ്റെ ഒരു നിർണായകമായിട്ടുള്ളൊരു കാര്യം വരുന്നു. പിന്നെ എല്ലാം യൂ ടേൺ അടിച്ച് വളരെ സിനിമാറ്റിക് ആയിട്ട് തന്നെ വരുന്നു. അതായത് ഈ ഒരു റേപ്പ് വിക്ടിമിന് നീതി ലഭിക്കുന്ന രീതിയിൽ ഈ സിനിമ എൻഡ് ചെയ്യാമെന്നുള്ള ആ ഒരു തോന്നലായിരിക്കാം ചിലപ്പോൾ വന്നിരിക്കുന്നത്. പക്ഷേ ഭൂരിഭാഗം കേസുകളും ഈ കേസുകൾ ജയിക്കാറില്ല, അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ഒരു ഘട്ടത്തിൽ ഈ കേസില്ലാതായിട്ടൊക്കെ മാറുന്നുണ്ട്. അതൊക്കെയാണ് റിയാലിറ്റി ആയിട്ട് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു സിനിമാറ്റിക് ആയിട്ട് തന്നെ വരുന്നതൊക്കെ എനിക്ക് ആക്ച്വലി ഈ സിനിമയുടെ മൊത്തത്തിലുള്ളൊരു മൂഡുണ്ടല്ലോ, ആ മൊത്തത്തിലുള്ള മൂഡിലേക്ക് ഒരു കോൺട്രഡിക്ടറി ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഈ കുറവുകളെല്ലാം വലിയ കാര്യമായിട്ട് എടുക്കണോ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റേപ്പ് വിക്ടിംസിൻ്റെ കഥ പറയുന്ന ഒരുപാട് സിനിമകൾ വന്നിട്ടുണ്ട്. ആ സിനിമകളിലൊന്നും ഇല്ലാത്ത ഒരുപാട് കാര്യങ്ങൾ ഈ സിനിമ അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. ഗംഭീരമായിട്ടുള്ള ക്യാരക്ടേഴ്സാണ്, അത് ഗംഭീരമായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവരുടെ ഡയലോഗ്സ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം വളരെ ഹാർഡ് ഹിറ്റിംഗ് ആയിട്ട് തന്നെ ഈ സിനിമ നൽകുന്നുമുണ്ട്. പക്ഷേ ഈ സിനിമയുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ സിനിമ കാണുന്നത് എന്തിനാണ്? നമുക്ക് 2-2.5 മണിക്കൂറിനുള്ളിൽ നമുക്ക് ആ ഒരു പോയറ്റിക് ജസ്റ്റിസ് നമുക്ക് കിട്ടണം. 2-2.5 മണിക്കൂറിനുള്ളിൽ നമുക്ക് ആ ജസ്റ്റിസ് കിട്ടണം. പോയറ്റിക് ജസ്റ്റിസ് എന്നൊക്കെ പറയുന്ന പോലെ അതിനകത്ത് തെറ്റ് ചെയ്തിട്ടുണ്ടാവണം, അയാൾ ശിക്ഷിക്കപ്പെടണം, തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഈ സിനിമയിൽ വരണം. പക്ഷേ ഈ സിനിമ വളരെ ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള ഒരു സിനിമയാണ്. റേപ്പ്, പിന്നെ അതിൻ്റെ വിക്ടിമിൻ്റെ ട്രോമ, കറപ്ഷൻ, സിസ്റ്റം, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ വരുമ്പോൾ വിക്ടിം ജയിക്കുന്ന രീതിയിൽ കാണിക്കാമെന്നുള്ള രീതിയിലാണ് ഇവർ എൻ്റെ ഫൈനൽ ആക്ട് അടക്കം എല്ലാം എഴുതി വെച്ചിരിക്കുന്നത്. അതൊക്കെ തന്നെയാണ് ഈ സിനിമയുടെ പ്രശ്നമായിട്ട് തോന്നുന്നത്. ഒന്നെങ്കിൽ റിയലിസ്റ്റിക് ആയിട്ട് തന്നെ മുഴുവൻ കാണിക്കണമായിരുന്നു, അല്ലെങ്കിൽ ഇതെല്ലാം കൊമേഴ്ഷ്യൽ ആയിട്ട് കാണിക്കുന്നത്. ഇത് രണ്ടും ഇല്ലാത്ത രീതിയിലായിരുന്നു ഈ സിനിമ അവസാനിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പാക്കേജിങ് മീഡിയോക്കോർ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. പക്ഷേ ഈ സിനിമ അഡ്രസ്സ് ചെയ്യുന്ന കാര്യങ്ങൾ അത് അഡ്രസ്സ് ചെയ്യേണ്ടത് തന്നെയാണ്.